അതിർവരമ്പുകൾ ലംഘിക്കുന്ന സ്ത്രീ പുരുഷ സങ്കലനത്തിനെതിരെ ജാഗ്രത വേണമെന്ന് സുന്നി യുവജന സംഘം. ഇത് സംബന്ധിച്ച് SYS പ്രമേയം പാസാക്കി. സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബോധപൂർവമുള്ള ദർശനം പോലും വിലക്കിയ മതമാണ് ഇസ്ലാം. വിജയാഹ്ലാദത്തിന്റെ പേരിൽ രാത്രികളിൽ നടുറോഡിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും പ്രമേയത്തിൽ പറയുന്നു. സംവരണ സീറ്റുകളിൽ അനുയോജ്യരായ സ്ത്രീകൾ മത്സരിക്കുന്നത് മനസ്സിലാക്കാം. അവർ ബോർഡ് മീറ്റിംഗുകളിലും അനുബന്ധ യോഗങ്ങളിലും ചർച്ചകളിൽ പങ്കെടുക്കേണ്ടിയും വരും. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഇസ്ലാമിക നിയമങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ ഇടകലൽ നീതീകരിക്കാനാകില്ല. ഇസ്രയേൽ വംശജർ ശപിക്കപ്പെടാനിടയാക്കിയ ആദ്യ കാരണം സ്ത്രീകൾക്കിടയിലെ അഴിഞ്ഞാട്ടമായിരുന്നുവെന്ന നബിവചനം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, പ്രമേയത്തിൽ പറയുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഇസ്ലാം നിശ്ചയിച്ച അതിർവരമ്പുകൾ വല്ലാതെ നേർത്തുവരുന്നുവെന്നത് ആശങ്കാജനകമാണ്. സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബോധപൂർവമുള്ള ദർശനം പോലും വിലക്കിയ മതമാണ് ഇസ്ലാം. വിജയാഹ്ലാദത്തിന്റെ പേരിൽ രാത്രികളിൽ നടുറോഡിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ലിബറലിസത്തിന്റെ പിടിയിലകപ്പെട്ട ആധുനിക സ്ത്രീത്വത്തോടൊപ്പം മുസ്ലിം സ്ത്രീകളും ലയിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്നു. നഗരഹൃദയങ്ങളിലൂടെ നടക്കുന്ന പ്രകടനങ്ങളിൽ പരപുരുഷന്മാരോടൊപ്പം മുസ്ലിം സ്ത്രീകളും പങ്കെടുക്കുന്നതിന് ഈ അടുത്ത കാലത്താണ് തുടക്കം കുറിച്ചത്. സ്ത്രീകളോടൊപ്പം ചേർന്നിരിക്കുന്നതും ഒപ്പം നിർത്തി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും പൊതുവേദിയിൽ അന്യപുരുഷന്മാരെ അഭിസംബോധന ചെയ്ത് മുസ്ലിം സ്ത്രീകൾ പ്രസംഗിക്കുന്ന രീതിയും പുതിയ പ്രവണതകളാണ്. മുജാഹിദ്, ജമാഅത്ത് വിഭാഗങ്ങൾ തുടക്കം കുറിച്ച ഇത്തരം അനിസ്ലാമിക രീതികൾ രാഷ്ട്രീയത്തിന്റെ മറവിൽ സ്ത്രീ സമൂഹത്തിലേക്ക് കടത്തിക്കൂട്ടാനും വളർന്നുവരുന്ന ലിബറലിസത്തിന് ആക്കം കൂട്ടാനും ചിലർ ബോധപൂർവ്വം നടത്തുന്ന നീക്കങ്ങൾ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇസ്രയേൽ വംശജർ ശപിക്കപ്പെടാനിടയാക്കിയ ആദ്യ കാരണം സ്ത്രീകൾക്കിടയിലെ അഴിഞ്ഞാട്ടമായിരുന്നുവെന്ന നബിവചനം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം അനിസ്ലാമിക പ്രവണതകൾക്കെതിരെ മുസ്ലിം പൊതുസമൂഹം ജാഗ്രത പാലിക്കണമെന്ന് ഈ യോഗം ആവശ്യപ്പെടുന്നു എന്നുമാണ് പ്രമേയത്തിൽ പറയുന്നത്.